ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നേ. ആരെയും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം പോട്ടെ, ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ കേട്ടു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? നമസ്കാരം. ആദ്യം തന്നെ എനിക്കറിയാത്തൊരു കാര്യം ചോദിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം. മുസ്ലിം നിയമപ്രകാരം ഒരു പുരുഷന് എത്ര വരെ വിവാഹം കഴിക്കാം? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 4 വരെ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ടോ, അതോ ആൾക്കാർ വെറുതെ പറയുന്നതാണോ എന്ന് അറിയാവുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കമന്റ് ഇടുക. എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പല ആൾക്കാരും അതിനെ ദുരുപയോഗം ചെയ്യുന്നത് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ 2ഉം 3ഉം കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യ ഭാര്യയെ നിയമപരമായി ഡിവോഴ്സ് ചെയ്യാതെ വെറുതെ വഴിയാധാരമാക്കി വിടുന്ന ഒരുപാട് പുരുഷന്മാരുടെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അതില് ഒരു വ്യക്തിയുടെ കഥയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡോക്ടർ ആയിഷ 13 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഈ 13 വർഷത്തിന്റെ ഇടയിൽ പുള്ളിക്കാരിക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സ്വർണത്തിന്റെ പേരില്, കൊടുത്തുവിട്ട സ്വർണത്തിന്റെ പേരില്, കിട്ടിയ കാശിന്റെ കുറവിന്റെ പേരില് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിക്കാരിയെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിന്റെ പേര് ഡോക്ടർ അലി. രണ്ടും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കേട്ടോ. വിദ്യാഭ്യാസം ഒന്നും ഇപ്പൊ ഒരു മാനദണ്ഡമേ അല്ലല്ലോ. നിയമപരമായി നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നിരോധിച്ചു. ഇനി ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, റൈറ്റ് ആയിട്ടുള്ള വേയിലൂടെ മാത്രമേ ഡിവോഴ്സ് നേടാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആ ഒരു നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് വളരെ വലിയൊരു ഉപകാരമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം പലരെയും ഈ മുത്തലാഖ് ചൊല്ലി അങ്ങ് പറഞ്ഞു വിടുവാണ്. ആർക്കും നിയമമില്ല, നീതിയില്ല, ഒന്നുമില്ല. എന്നാൽ അത് നിരോധിച്ചത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രീതിയിൽ കടന്നുപോയി ഡിവോഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം അല്ലെങ്കിൽ അവസരം സ്ത്രീകൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഡോക്ടർ ആയിഷയുടെ കേസിൽ ഇവിടെ മുത്തലാഖും ചെയ്തിട്ടില്ല, ശരീഅത്ത് നിയമപ്രകാരം മുത്തലാഖും ചെയ്തിട്ടില്ല, അത് മാത്രമല്ല നിയമപരമായി ഡിവോഴ്സും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ ആ സ്ത്രീയെയും അവരുടെ മകളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ഭർത്താവായിട്ടുള്ള അലി 2ാമത് വിവാഹം കഴിച്ചു. അത് രഹസ്യമായിട്ടാണ് വിവാഹം കഴിച്ചത്. എന്നാൽ മഹല്ല് കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവര് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ആരും തന്നെ ആ സ്ത്രീയുടെ ഒപ്പമില്ല. 10 വയസ്സുള്ളൊരു മകളുണ്ട്. ആ മകളെ നോക്കണം. മാത്രമല്ല ഇവരെ കല്യാണം കഴിച്ചപ്പോ കൊടുത്തുവിട്ട 100 പവനും പിന്നെ കാശും, ആ കാശ് എത്രയാണോ, ആ സ്വർണം എത്രയാണോ അത് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഭർത്താവായിട്ടുള്ള അലിക്ക് ഇവരുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങാമല്ലോ. നിയമപരമായി പോയി ഡിവോഴ്സ് വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്കതിനൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിലും ആ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴും പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഡോക്ടർ ആയിഷയുടെ കഥ നമുക്ക് കേൾക്കാം. നമസ്കാരം. ചാവക്കാട് എടക്കഴിയൂരിൽ ഒരു യുവതി ഭർത്താവിൻ്റെ വീടിന് മുമ്പിൽ 10 ദിവസമായി സമരത്തിലാണ്. ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി, പോലീസ് കേസെടുത്തിട്ടില്ല, കോടതിയിൽ കേസ് നടത്തുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. ഡോക്ടർ ഐഷ മുഹമ്മദാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചേരുന്നത്. ഐഷ, എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കഴിയൂർ മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുക, അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാഖോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എനിക്കിപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് കൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടിയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അത്രപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിൽ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്?
ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞാൽ എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചുവിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ മകളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാണ്ട് നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്ക് വേറെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപുറമ്പാന്നാണ്. 13 ദിവസമായിട്ട് ആ വീടിന് മുമ്പിൽ സമരത്തിലാണ്. ആരും അവരുടെ അടുത്തൊന്നും കൊണ്ടു കൊടുക്കുന്നില്ല. നാട്ടുകാർ സപ്പോർട്ടില്ല, വീട്ടുകാർ സപ്പോർട്ടില്ല, മത പുരോഹിതന്മാർ സപ്പോർട്ടില്ല, മഹൽ കമ്മിറ്റിക്കാർ സപ്പോർട്ടില്ല, ഈവൻ പോലീസുകാർ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഈ ഡോക്ടർ അലിയുടെ കുടുംബം നല്ല കാശുകാരാണ്. ഇപ്പൊ അതും വലിയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു കാര്യമില്ലാത്ത, ആവശ്യമില്ലാത്തതിലും അനാവശ്യത്തിലും ഒക്കെ പോയി വാർത്ത എടുത്ത് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെ മോശമാണ്. ഇത്തരത്തിലുള്ള പല സ്ത്രീകളുടെയും വിഷമവും ഒക്കെ കേൾക്കുമ്പോഴാണ് ഏകീകൃത സിവിൽ കോഡ് ഇവിടെ അത്യാവശ്യമാണെന്ന് തോന്നിപ്പോകുന്നത്. എല്ലാവർക്കും ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒന്നും വരില്ലല്ലോ. നിയമപരമായി ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നിയമപരമായി ഡിവോഴ്സ് വാങ്ങിക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, സ്വർണമാണോ പണമാണോ എന്താണോ, അത് തിരിച്ചു കൊടുക്കുക. അതിനെന്താണ് ഇവർക്ക് സാധിക്കാത്തത്? വലിയ കാശുകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടിയാണല്ലോ മകള്, അല്ലാതെ ഈ സ്ത്രീക്ക് തനിയെ ഉണ്ടായതൊന്നും അല്ലല്ലോ ആ മകള്. ആ മകളുടെ കാര്യങ്ങൾ നോക്കേണ്ട കടമ അവനും കൂടി ഉള്ളതാണ്, ആ ഭർത്താവിനും കൂടി ഉള്ളതാണ്, അച്ഛനും കൂടി ഉള്ളതാണ്. ഇത് ഓരോ സ്ത്രീകൾക്കും കുഞ്ഞിനെ ഉണ്ടാക്കുക, എന്നിട്ട് കുഞ്ഞിനെയും ആ സ്ത്രീയെ അങ്ങ് തെരുവിലേക്ക് ഇറക്കി വിടുക, അതോടുകൂടിയിട്ട് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, പിന്നെ ഞാൻ രണ്ടാമതും മൂന്നാമതും ഒക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിയമപാലകരും നിയമവും ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിനകത്തൊക്കെയാണ് നിയമപാലകർ ഇടപെടേണ്ടത്. ഇതുപോലെ ആരും ഇല്ലാത്തൊരു സ്ത്രീ 12-13 ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേക്കും ആൾക്കാർ ഇളകും, മാധ്യമങ്ങൾ ഇളകും. പിന്നെ എന്തോ കാര്യം? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവർക്ക് നീതി കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് നീതി കിട്ടേണ്ടത്, അല്ലേ? ജീവിച്ചിരിക്കുമ്പോഴാണ് നീതി കിട്ടേണ്ടത്. ഇതേപോലെയായിരുന്നു 1 വർഷം മുമ്പ് ഒരു സ്ത്രീ തന്റെ മക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു. അന്നേരം ഇതുപോലെ എല്ലാവരും പറഞ്ഞു ഭർത്താവിന്റെ വീട്ടുകാരാണ് കാരണം, അവരാണ് കാരണം. എന്നിട്ട് അവർക്ക് നീതി കിട്ടിയോ? ഇല്ല. ശരിക്കും ഇവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവർക്ക് നീതി കിട്ടേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെങ്ങനെയാന്ന് പറയാ, സോഷ്യൽ മീഡിയയിൽ തന്നെ കുറെ ഇടം കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. 2-3 കെട്ടി, എന്റെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യ, എന്നിട്ട് രണ്ടാമത്തെ ഭാര്യയുടെ കുഞ്ഞിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ലേബർ റൂമിന്റെ മുമ്പിൽ നിന്ന് സ്വീകരിക്കുന്ന ആദ്യ ഭാര്യ. എന്തൊക്കെ നല്ല ടോപ്പിക്കുകളാണ്, വൈറലാകാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഞാൻ 2 പേരെ കണ്ടു, രണ്ട് കുടുംബത്തെ കണ്ടു. അങ്ങനെ തന്നെ ആദ്യ ഭാര്യ ഇരിക്കെ തന്നെ വേറൊരാളോട് റിലേഷൻഷിപ്പ്, എന്നിട്ട് രണ്ടാമത്തെ ഭാര്യയോട് ഇങ്ങനെ പറയുവാണ് അവളെ കെട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ ആദ്യ ഭാര്യ അങ്ങ് സമ്മതിച്ചു. ഏതെങ്കിലും പെണ്ണ് മനസ്സിന് ഇഷ്ടത്തോടു കൂട്ടി ഏതെങ്കിലും ഒരു സ്ത്രീ അത് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കത്തില്ല. നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിന് പൂർണ്ണമായ സ്നേഹത്തോടെ ഒരു സ്ത്രീയും അത് സമ്മതിക്കത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ, ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഭർത്താവ് വിട്ടിട്ട് പോയാൽ എന്തോ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതായിരിക്കാം പലരും. മക്കളില്ലേ, മക്കളെ നോക്കണ്ടായോ, ഞാൻ തന്നെയായി പോവില്ലേ എന്നുള്ള ചിന്താഗതി കൊണ്ട് അങ്ങ് സമ്മതിക്കുന്നതാണ്. എന്നിട്ട് അത് വലിയ കാര്യത്തെ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ 2 കെട്ടി, എന്റെ 2 ഭാര്യമാരും ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ ബിരുദന്മാര്, അതിനൊപ്പം കിടന്ന് തുള്ളുന്ന കുറെ സ്ത്രീകളും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ മാതൃകാപരമായ രീതിയിൽ. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവർക്കും ആ പാത പിന്തുടരാം എന്നുള്ളൊരു ഇതായിരിക്കാം, എനിക്കറിയില്ല. ഇവര് സ്വന്തം മതത്തെ കൂടെയാണ് കരുതേച്ച് കാണിക്കുന്നതെന്ന് ഞാൻ പറയും. സ്വന്തം മതത്തെയും മതനിയമങ്ങളെയും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളച്ചൊടിച്ച് മതത്തെ പോലും കരിവാരി തേച്ച് കാണിക്കുന്ന കുറെ ബിരുദന്മാരുണ്ട്. ഇത്തരക്കാരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദോഷം. ഇതിപ്പോ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആയിട്ട് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ, അല്ലാത്തവരുടെ കാര്യമോ? ഇവർക്കിനിയിപ്പം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം, മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത നിരാലംബരായിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാമോ? അവർക്കൊക്കെ നീതി കിട്ടുക തന്നെ ചെയ്യണം. ഇവരൊപ്പം നമ്മൾ നിൽക്കണം, ഈ നാട്ടിലെ സ്ത്രീകൾ നിൽക്കണം. മറ്റാരും നിന്നില്ലെങ്കിലും ഈ നാട്ടിലെ സ്ത്രീകള്
ഇവർക്കൊപ്പം നിൽക്കണം.